അടുത്തത് ട്രെയിനിങ് ആൻഡ് എക്സസൈസസ്. പ്രിപ്പയർനെസ് ഫേസിൽ നമ്മൾ പ്ലാൻസ് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഇനി നമുക്ക് വേണ്ടതാണ് ട്രെയിനിങ്ങും എക്സസൈസസും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് എമർജൻസി ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതൊരു എമർജൻസി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 പേര് അങ്ങോട്ട് പോകാം, 3 പേര് ഇങ്ങോട്ട് വരിക, അല്ല അതെടുക്കുക ഇവരിതെടുക്കുക എന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോഴത്തേക്കും കിളി പോയി നിൽക്കരുത്. കാരണം എന്താണ്, ഇതൊരു വലിയ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ നിന്ന നിപ്പിൽ നമ്മുടെ ഗ്യാസ് പോകാൻ സാധ്യതയുള്ളതാണ്. അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റും അതിൻ്റെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു ഡിസാസ്റ്റർ സംഭവിച്ച ആളുകളുടെ ഓരോരോ അവസ്ഥ കാണുമ്പോഴും ഒക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു റിയൽ സിറ്റുവേഷൻ ഉണ്ടാകുമ്പം മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പും ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നൊരു സംഗതിയൊക്കെ ഒരുപാട് വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം നമ്മൾ പേപ്പറിൽ എത്രത്തോളം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്, നമുക്ക് റിയാലിറ്റിയിലേക്ക് വരുമ്പം നമ്മളത് ചെയ്തു കൊള്ളണമെന്ന് നിർബന്ധമില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ അതിനു വേണ്ടി ചെയ്യുന്നത് എന്തായിരിക്കും, ട്രെയിനിങ്ങുകളും എക്സസൈസുകളുമായിരിക്കും. അപ്പോൾ ട്രെയിനിങ് എക്സസൈസ് എന്ന് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പറയുന്ന ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് ഈ ട്രെയിനിങ് ആൻഡ് എക്സസൈസ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം ഒരു എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ പലതവണ മീൻസ് ലൈക്ക് ഡോക്യുമെൻറ്റുകളും മറ്റുമൊക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ അതുണ്ട്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്, പ്ലാനിങ് കാര്യങ്ങളുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി നമ്മൾ ഫിസിക്കലി ഇൻവോൾവ് ആയിക്കൊണ്ട് ഫങ്ഷണലായിട്ടുള്ള ഡ്രില്ലുകളും മറ്റും കണ്ടക്ട് ചെയ്തുകൊണ്ട്, അതായത് ഒരു ഹസാർഡ് ഉണ്ടായിട്ടുണ്ട് എന്ന ധാരണയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇറങ്ങി പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുന്നു. ഒരാൾ എങ്ങനെ ചെയ്യണം, കറക്റ്റ് റിയൽ ലൈഫായിട്ട് തന്നെ ആയിരിക്കും അത് ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഈ പറയുന്ന രീതിയിലുള്ള ട്രെയിനിങ് ആൻഡ് എക്സസൈസസിൻ്റെ അണ്ടറിൽ നമ്മൾ പറയുന്നത്. ട്രെയിനിങ് ഒന്നാണ്, എക്സസൈസ് വേറൊന്നാണ്. ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യുന്നതിന് ട്രെയിൻഡ് ആവും. ഇത് കൃത്യമായി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാൻ വയ്യാത്തവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് ട്രെയിനിങ്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതെന്താണ്. എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയലായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പം നമ്മളെങ്ങനെ, ഇപ്പോൾ ഒരു എർത്ത് ഉണ്ടായി എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ്, ഓരോ ആളുകളും ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സും അവർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്ത് കാണിച്ച് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, സോ സിനാരിയോസ് ഫോർ ദ എക്സസൈസസ് കംപ്രൈസസ്. എന്തൊക്കെയാണ് ആ ഒരു എക്സസൈസിൽ നമ്മൾ ചെയ്യുന്ന സിനാരിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെസ്സേജസ് ലൈക്ക് റിയൽ ലൈഫ് ഇവൻറ്റ് ടു വിച്ച് പ്ലേയേഴ്സ് റെസ്പോണ്ട്. അതായത് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നു, അപ്പോൾ എങ്ങനെയാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. സോ റെസ്പോൺസ് എക്സസൈസസ് അലോ ദോസ് ഇൻവോൾവ് ഇൻ എമർജൻസി ആൻഡ് ഡിസാസ്റ്റർ റെസ്പോൺസ് ആസ് ഐഡൻറ്റിഫൈഡ് ഇൻ ദ എമർജൻസി ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ടു പ്രാക്ടീസ് ദിയർ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ബിഫോർ ആൻ ആക്ച്വൽ ഒക്കറൻസ് ഓഫ് ഇവൻറ്റ്സ്. അതായത് എമർജൻസി ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ പകരം നിങ്ങൾക്ക് പ്ലാനിംഗ് എന്ന് വിളിക്കാം. പ്ലാനിങ്ങിൽ അല്ലെങ്കിൽ പ്ലാനിൽ പറഞ്ഞതുപോലെ ഓരോ ആളുകൾക്കും ഓരോ ഉത്തരവാദിത്തങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ പ്ലാൻ കോമൺ ആണ്, അതിന് താഴേക്ക് പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അവരുടേതായിട്ടുള്ള SOPs കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എമർജൻസി ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് തന്നെ പറയുന്നതായിരിക്കും ശരി. അപ്പോൾ ആ ഓരോ ആളുകൾക്കും എന്താണ്, എന്ത് ഉത്തരവാദിത്തമാണെന്നുള്ളതും അവരത് ചെയ്യുകയും ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് റെസ്പോൺസ് ആക്ടിവിറ്റീസിൽ ചെയ്യേണ്ട ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എക്സസൈസിൽ പാലിക്കുന്നത്. സോ എക്സസൈസസ് നോട്ട് ഓൺലി പ്രിപ്പയർ ദി ഇൻഡിവിജ്വൽസ് ടു ക്യാരി ഔട്ട് ദെയർ ഡ്യൂട്ടീസ് ബട്ട് ഓൾസോ ഹെൽപ്പ് ഫൈൻഡ് പ്രോബ്ലംസ് ഇൻ ദ പ്ലാൻ ഇൻ നോൺ എമർജൻസി സിറ്റുവേഷൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ബോധവാന്മാരാവുകയും നമ്മളത് ചെയ്ത് ശീലിക്കുകയും ചെയ്യുന്നതിനപ്പുറത്തെ എക്സസൈസിന് വേറൊരു കാര്യം കൂടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു സിറ്റുവേഷൻ കോൺഫ്രണ്ട് ചെയ്ത് ഇറങ്ങുമ്പോഴായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച പ്ലാനിനകത്ത് ചിലപ്പോൾ എന്താണ്, ചില ചെറിയ ഇഷ്യൂസ് ഉണ്ടെന്നുള്ളത് മനസ്സിലായത്. അപ്പം ആ ഇഷ്യൂസ് നമുക്ക് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കാര്യം എക്സസൈസസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം ആഡ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന ട്രെയിനിങ് ആൻഡ് എക്സസൈസ് കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. നൗ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എക്സസൈസസ്, DMEX എന്ന് പറയുന്ന ടേമിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഗവൺമെൻറ് ഡോക്യുമെൻ്റ് ഒക്കെ ഉള്ള ഒരു ഭാഗമാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എക്സസൈസ് എന്ന് പറയുന്നത്. നമ്മുടെ സിലബസിലും ഉണ്ട് ട്രെയിനിങ് ആൻഡ് എക്സസൈസിൻ്റെ അണ്ടറിൽ. അപ്പോൾ നമ്മൾ അത്രയും വിശാലമായിട്ടൊന്നും പോകണ്ട. കാരണം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എക്സസൈസ് എങ്ങനെ കണ്ടക്ട് ചെയ്യണം, ഓരോ ഡിസാസ്റ്ററിനും എങ്ങനെ ആയിരിക്കണം, ആരൊക്കെയാണ് അതിൻ്റെ അതോറിറ്റീസ് വരുന്നത്, അതിൻ്റെ താഴെ ഓരോ ഫങ്ഷണൽ യൂണിറ്റുകളും ഓരോ ഓഫീസേഴ്സും ഗ്രൗണ്ട് ലെവലിൽ വരെയുള്ള ആളുകളെ പറ്റിയിട്ടുമൊക്കെ ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സ് പറയുന്നുണ്ട്. നമ്മൾ ആകെ തുകയായിട്ട് എന്താണ് എക്സസൈസ് എന്നും എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുമൊക്കെയുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കുന്നത്. സോ എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എക്സസൈസ് എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് എ സ്റ്റിമുലേഷൻ ബേസ്ഡ് ആക്ടിവിറ്റി So it is a simulation-based activity that recreate realistic disaster situations. അതായത്
നമ്മൾ ചെയ്യുന്ന ചില സിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിനെ അനുകരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്, ഒറിജിനൽ സിറ്റുവേഷനെ അനുകരിച്ചുകൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അതുവഴി എന്താണ്, ഡിസാസ്റ്റർ ഉണ്ടായ ആ സിറ്റുവേഷൻ റിക്രിയേറ്റ് ചെയ്ത്, ഉണ്ടാവാൻ പോകുന്ന ആ ഒരു സിറ്റുവേഷൻ റിക്രിയേറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, നമ്മളുടെ റെസ്പോൺസ് ആക്ടിവിറ്റീസ് നമുക്ക് എല്ലാവരുമായിട്ടും കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റിയും ആദ്യം റെസ്പോണ്ട് ചെയ്യുന്ന ആളുകളുമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരുമൊക്കെ എന്താണ്, കോർഡിനേറ്റഡ് ആണോ തുടങ്ങിയ കാര്യങ്ങൾ, അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പരിശീലിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എക്സസൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഏത് ഫേസിലാണ്? പ്രിപ്പയർനെസ് ഫേസിലാണ്. നമ്മൾ ആ പ്രിപ്പയർനെസ് ഫേസിലെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു തവണ ചെയ്തിട്ട് മാറിയിരിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് വരാൻ പോകുന്ന ഡിസാസ്റ്റർ എന്ന് പറയുന്നത് എപ്പോഴാണെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മളൊരു പീരിയോഡിക്കലി എന്ത് ചെയ്യേണ്ടി വരും? ഈ പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എക്സസൈസ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ പിന്നീട് മറന്നു പോകും, നമുക്ക് കിട്ടുന്ന ട്രെയിനിങ്ങും ആക്ടിവിറ്റീസും ഒക്കെ മറന്നു പോകുന്നുണ്ട്, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു എക്സസൈസ് ചെയ്താൽ അതിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എടുത്തിട്ടാണ് വീണ്ടും അടുത്തതിൽ ഇമ്പ്രൂവ് ചെയ്ത് നിൽക്കുക. അപ്പോൾ നമ്മളെപ്പോഴും എന്താണ്, അലേർട്ടായിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പിന്നെന്ന് പറയുന്നത് ഇതിനകത്തൊരു ഹ്യൂമൻ റിസോഴ്സ് ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പം ഒരിക്കൽ ഒരു ടീമിന്, ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പിന് കിട്ടുന്ന ട്രെയിനിങ് അവർ ചിലപ്പം പിന്നീട് ഈ ഇമ്പെൻഡിങ് ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് അവരൊന്നും ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ എന്തായിരിക്കണം, ലൈവായിട്ട് പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുവഴി നമുക്ക് എന്താണ്, നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ, പോളിസി, നമ്മളെടുത്തിട്ടുള്ള റെസ്പോൺസ് ആക്ടിവിറ്റീസ്, നമ്മളുടെ കേപ്പബിലിറ്റി, നമ്മൾ എത്രത്തോളം എക്യുപ്ഡ് ആണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടാവും. സോ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എക്സസൈസ് കണ്ടക്ട് ചെയ്യണമെന്നുള്ളതും ഈ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഫംഗ്ഷൻസിൻ്റെ അണ്ടറിൽ സെക്ഷൻ 10 മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എക്സസൈസുകൾ കണ്ടക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എക്സസൈസിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എക്സസൈസ് എന്ന് പറയുന്ന കാര്യം, ഇപ്പോൾ മിറ്റിഗേഷൻ, ഇതൊരു സൈക്ലിക്കൽ പ്രോസസ്സാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പ്രിപ്പയർനെസ് ഫേസിലാണ് എന്ത് ചെയ്യുന്നത്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എക്സസൈസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് പ്ലാനിങ്ങും അതേപോലെ തന്നെ എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എക്സസൈസസ് നമുക്ക് പറയുന്നത്. അതിനുശേഷം പിന്നെ എന്തായിരിക്കും, ഒരു ഡിസാസ്റ്റർ ഉണ്ടാവും. ആ ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുള്ള റെസ്പോൺസ് ആൻഡ് റിക്കവറി ആക്ടിവിറ്റീസ് ആയിരിക്കും വരുന്നത്. സൈക്ലിക്കൽ പ്രോസസ്സിൻ്റെ ഭാഗമാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എക്സസൈസസ്? നമ്മൾ എന്തിനാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സോ ഇറ്റ് അസസ് ദ റെഡ്നെസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് റെസ്പോണ്ടേഴ്സ്. ഇതുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ആയിക്കൊള്ളട്ടെ, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ആയിക്കൊള്ളട്ടെ, ആരായിക്കൊള്ളട്ടെ, അവരുടെയും അതേപോലെ തന്നെ ഇനിഷ്യലി റെസ്പോണ്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫോഴ്സ് ഉണ്ടാവും, റെസ്പോൺസ് ഫോഴ്സ് ഉണ്ടാവും, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകൾ, കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയും അവരെത്രത്തോളം എന്താണ് റെഡിയാണ് എന്നുള്ള കാര്യം. ഇത് ഒരു ഹസാർഡ് ഉണ്ടായാലും അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ഉണ്ടായാലും അവർ എത്രത്തോളം ഓക്കെയാണ് ഈ ഒരു കാര്യത്തെ കോൺഫ്രണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ന കാര്യത്തിനുള്ള അത് എത്രത്തോളം നമ്മളാണെന്നുള്ളത് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദെൻ ഇവാലുവേറ്റ് ദി എഫക്റ്റീവ്നെസ് ഓഫ് എമർജൻസി ഓപ്പറേഷൻ പ്ലാൻ. നമ്മൾ തയ്യാറാക്കി കൈവച്ചിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നല്ലോ. ഈ പ്ലാൻ നടപ്പിലാക്കി നോക്കണമെങ്കിൽ ഒരു ഡിസാസ്റ്റർ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ പ്ലാൻ ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റി കംപ്ലീറ്റ്ലി ഫെയിൽഡ് ആയി പോകും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന എക്സസൈസ് യൂട്ടിലൈസ് ചെയ്യാം. ദെൻ ഐഡൻറ്റിഫൈ ഗ്യാപ്സ് ഇൻ കോർഡിനേഷൻ, റിസോഴ്സ് അവൈലബിലിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇനി നമ്മളിത് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് റിസോഴ്സിൻ്റെ ഷോർട്ടേജ് വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ഈ പറയുന്ന പോലെ ആളുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ ചാനലിൽ മിസ്മാച്ചുകൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കൂട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം അതിനെ പറ്റിയിട്ട് പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്തിട്ടില്ല, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഗ്യാപ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അത് പരിഹരിക്കുക എന്നുള്ളത്. ദെൻ ഇംപ്രൂവ് ഇൻ്റർ ഏജൻസി കൊളാബറേഷൻ. അതായത് നമ്മൾ ഡിഫറൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻവോൾവ് ആയിക്കൊണ്ടായിരിക്കും ഈ എക്സസൈസുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം ഓരോ ഏജൻസികളും, ഗവൺമെൻറ്റിൻ്റെതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതേപോലെ തന്നെ എന്താണ് NGOs ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇനി ഗവൺമെൻറ്റിൻ്റെ ലെവലുകളിൽ സ്റ്റേറ്റ് ലോക്കൽ ബോഡീസ് അവരെല്ലാവരുമായിട്ടുള്ള പ്രോപ്പർ കോർഡിനേഷനും മറ്റു കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത്, അത് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. ദെൻ ട്രെയിൻ ഒഫീഷ്യൽസ്, വോളണ്ടിയേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി ഇൻ റിയൽ ലൈഫ് സിനാരിയോസ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഫീസേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ താഴെ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും അവരും വോളണ്ടിയേഴ്സായിട്ട് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും അവർക്കൊക്കെ എന്താണ് ഒരു ബേസിക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ ഈ എക്സസൈസ് വഴി സാധിക്കും. ദെൻ എൻഹാൻസ് കമ്മ്യൂണിറ്റി അവയർനെസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ. അപ്പം ഇങ്ങനൊരു സാഹചര്യം നമ്മൾ ഉണ്ടാകുമ്പോൾ, ഓക്കെ, ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എക്സസൈസ് കണ്ടക്ട് ചെയ്യുമ്പോൾ
ഓൾ ടുഗദർ എന്താണ് ആ ഒരു കമ്മ്യൂണിറ്റിയൊക്കെ ആയിരിക്കും ആ ഒരു അവയർനെസ് കിട്ടുന്നത്. അതായത് ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയുള്ള ഒരു ധാരണ അവർക്ക് കിട്ടുന്നുണ്ട്, അവർക്കൊരു അവയർനെസ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ നേരത്തെ അതൊക്കെ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് എന്നൊക്കെയുള്ളത്. പിന്നെ അവരുടെ പാർട്ടിസിപ്പേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും എന്താണ് അവർക്ക് ഇൻവോൾവ് ചെയ്തുകൊണ്ടൊക്കെ അവരെയും കൂടി ഇൻവോൾവ് ചെയ്തുകൊണ്ട് അവരെയും അവരുടെ എന്താണ് റെസ്പോൺസ് ആക്ടിവിറ്റീസൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനുമൊക്കെ എന്ത് കാരണമാക്കാം, അല്ലെങ്കിൽ അതൊക്കെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എക്സസൈസ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്ന കാര്യം. നൗ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എക്സസൈസസ്. ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എക്സസൈസസ് എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റും. ബേസിക്കലി ഡിസ്കഷൻ ബേസ്ഡ് എന്നും ആക്ഷൻ ബേസ്ഡ് എന്നുള്ളൊരു രീതിയിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഡിസ്കഷൻ ബേസ്ഡ് ആൻഡ് ആക്ഷൻ ബേസ്ഡ്. പേരിൽ നിന്ന് തന്നെ മനസ്സിലാവുമല്ലോ. ഡിസ്കഷൻ ബേസ്ഡ് എന്ന് പറയുമ്പം ഒരു വട്ടമേശ സമ്മേളനമൊക്കെ കൂടി അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ എന്നൊക്കെ പറയുന്ന ആ പരിപാടിയാണ് ഡിസ്കഷൻ ബേസ്ഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതെന്ന് പറയുന്നത് അതും കൂടി ഇൻവോൾവ് ആണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ആക്ഷൻ ബേസ്ഡ് ആണ്. ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് ഇടപാട പിടിച്ചോടത്തോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ പറയുന്ന ആ എക്സസൈസ് മോക്ക് ഡ്രിൽ എന്നൊക്കെ പറയുന്ന കാര്യം, അതാണ് എന്തെന്ന് പറയുന്നത് ആക്ഷൻ ബേസ്ഡ് എന്ന് പറയുന്നത്. അപ്പം ഡിസ്കഷൻ ബേസ്ഡ് തന്നെ രണ്ട് തട്ടുണ്ട്. സിംപോസിയം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ടേബിൾ ടോപ്പ് എക്സസൈസ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ടേബിൾ ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ ഓട്ടോമേഷൻ സമ്മേളനം അതിനകത്ത് വരും. പിന്നെ ആക്ഷൻ ബേസ്ഡിൻ്റെ അണ്ടറിൽ മോക്ക് ഡ്രില്ലും ഉണ്ട്, മോക്ക് എക്സസൈസും ഉണ്ട്. ഓരോന്നും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി വെക്കാം. മേ ബി യു ക്യാൻ എക്സ്പെക്റ്റ് എ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ഏരിയ. സോ ഡിസ്കഷൻ ബേസ്ഡ് എക്സസൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആളുകളുടെയോ റിസോഴ്സിൻ്റെയോ റിസോഴ്സിൻ്റെ അണ്ടറിൽ ആളുകളെയും ഉൾപ്പെടുത്താം. ആളുകളോ മെറ്റീരിയലോ ഒന്നും തന്നെ എന്താണ് ഫിസിക്കലി വന്ന് കാര്യങ്ങളൊന്നും ചെയ്ത് അങ്ങനെ ഒരു മൂവ്മെൻറ്റോ ഒന്നും ഉണ്ടാകുന്നില്ല. ഓക്കെ, ദേ ആർ ഐദർ കണ്ടക്റ്റഡ് ഇൻ കോൺഫറൻസ് ഹാൾസ്, ഓഡിറ്റോറിയംസ്, ഓർ ദേ ആർ കണ്ടക്റ്റഡ് ഓൺലൈൻ ഓവർ ദ ഇൻ്റർനെറ്റ്. ഒന്നെങ്കിൽ എന്താണ് ഒരു സ്ഥലത്ത് കൂടിയിരുന്നുകൊണ്ട് എല്ലാവരും കൂടെ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ എന്താണ് പുതിയ കാലഘട്ടമായതുകൊണ്ട് എന്താണ് വിർച്വലി ഇൻ്റർനെറ്റിൽ ലൈക്ക് ഓൺലൈനിൽ വന്നുകൊണ്ട് എല്ലാവർക്കും കൂടി എന്താണ് ഒരു വീഡിയോ കോളിൽ വന്നുകൊണ്ട് ഒരു മീറ്റിംഗ് വിളിക്കുക എന്നുള്ളത്. സോ ബേസിക്കലി ഇതെന്താണ് ഒരു മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരും കൂടി ഇൻവോൾവ് ആയിക്കൊണ്ടിട്ട് അവരെന്ത് ചെയ്യുക, ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സിംപോസിയംസ് ആൻഡ് ടേബിൾ ടോപ്പ് എക്സസൈസസ്. ഇങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരാൻ പറ്റും. സോ സിംപോസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപോസിയം ഈസ് എ ബേസിക് ടൈപ്പ് ഓഫ് ഡിസ്കഷൻ ബേസ്ഡ് എക്സസൈസസ് ഹൂസ് പ്രൈം പർപ്പസ് ഈസ് ടു അക്വൈൻഡ് ദ പാർട്ടിസിപ്പൻസ് വിത്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻസ്, പ്ലാൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതായത് ഈ നമ്മളുടെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്ന ആളുകളില്ലേ, ഈ ആളുകളെ എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഓർഗനൈസേഷനും അതിൻ്റെ പ്ലാനും അതിൻ്റെ പ്രൊസീജിയറുകളും ഒക്കെ ആയിട്ട് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പറയുന്ന സിംപോസിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ബോത്ത് ആസ് ആൻ ഓറിയൻറ്റേഷൻ ടൂൾ ഫോർ ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒഫീഷ്യൽസ് ആസ് വെൽ ആസ് റിഫ്രഷർ ടൂൾ ഫോർ എക്സിസ്റ്റിംഗ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീം ആൻഡ് പ്രൊഫഷണൽസ്. അതായത് പുതുതായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് ആഡ് ആവുന്ന പുതിയ ഒഫീഷ്യൽസ് ഉണ്ടല്ലോ, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒഫീഷ്യൽസ്, അവർക്ക് ഇനിഷ്യലി എന്ത് ചെയ്യുക, ഒരു എക്സ്പോഷർ കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അവർക്കൊരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം എന്നുള്ളൊരു രീതിയിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ പീരിയോഡിക്കലായിട്ട് നമ്മളൊരു ഒരു കാര്യം ഒരു ഡിസ്കഷൻ അങ്ങനെ ഒരു കാര്യം കണ്ടക്ട് ചെയ്തിട്ട് ക്ലാസ്സുകളും മറ്റുമൊക്കെ ആയിരിക്കും അതിനകത്ത് നടക്കുന്നത്. അത് കണ്ടക്ട് ചെയ്തിട്ട് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും, ഒരു വർഷമൊന്നുമല്ല അതിന് മുന്നേ തന്നെ എന്തായിരിക്കും ഇതൊക്കെ മറന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് അതിങ്ങനെ എന്ത് ചെയ്യുക, റിഫ്രഷ് ചെയ്ത് കൊടുക്കുക, പുതുതായിട്ട് വരുന്നവർക്ക് എന്താണ് എക്സ്പോഷർ കൊടുക്കുക എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് എഫക്റ്റീവ് ഇൻ പ്രൊവൈഡിങ് കോമൺ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സ്ട്രക്ചർ, പോളിസി, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആൻഡ് കേപ്പബിലിറ്റീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ അത് ചെയ്യുക വഴി നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, ഈ പറയുന്ന നമ്മളുടെ പുതുതായിട്ട് ആഡ് ചെയ്തോ അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒഫീഷ്യൽസിനോ നമ്മളുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു എന്നുള്ളത്, അവിടെ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുകയാണ്, അതിനെ പറ്റിയിട്ടൊരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന സിംപോസിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ടേബിൾ ടോപ്പ് എക്സസൈസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഡിസ്കഷൻ ബേസ്ഡ് എക്സസൈസസ് ഇൻ വിച്ച് ഡിസാസ്റ്റർ സിറ്റുവേഷൻ ഈസ് സിമുലേറ്റഡ്, കോമൺലി നോൺ എസ് സിനാരിയോ, ആൻഡ് പാർട്ടിസിപ്പൻസ് ആർ എക്സ്പെക്റ്റഡ് ടു റെസ്പോണ്ട് ടു ഇൻഫർമേഷൻ ഫെഡ് ബൈ ദ എക്സസൈസ് കൺട്രോളർ. അതായത് നമ്മൾ കുറച്ചുകൂടി എന്താണ് ഈ പറയുന്ന നമ്മുടെ പോളിസികളെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ആ സിംപോസിയം മാറിയതിന് ശേഷം നമ്മൾ എക്സസൈസ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി വാക്കുകൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ പറയുന്ന ടേബിൾ ടോപ്പ് എക്സസൈസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഗ്രൂപ്പിനെ വിളിച്ചിരുത്തുന്നു, പറയുകയാണ് ഇവിടെ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവാൻ പോവുകയാണ്, നിങ്ങളാണ് ഇതിനകത്തുള്ള ഇന്ന ആൾ നിങ്ങളെന്ന് പറയുന്നത് എമർജൻസി ഓപ്പറേഷണർ, ആ ഒരു ഓർഗനൈസ് ചെയ്യുന്ന ആളാണ്,
നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ട ആളാണ്. സോ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്? സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇപ്പം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്ന ആളുടെ അണ്ടറിൽ ഇന്ന ആളുകൾ വരുന്നുണ്ട്. സോ അവരെ നിങ്ങൾ ഇങ്ങനെ കോൺടാക്ട് ചെയ്യണം, നിങ്ങളാണ് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി ഒക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ടത് നെറേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന സംഗതികളാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ടേബിൾ ടോപ്പ് എക്സസൈസ് എന്ന് പറയുന്നത്. ദ പാർട്ടിസിപ്പൻസ് ആർ അസൈൻഡ് റോൾസ് അക്കോർഡിംഗ് ടു ദ റിയൽ വേൾഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ദെയർ റെസ്പോൺസ് ഈസ് എക്സ്പെക്ടഡ് ടു ബി ഇൻ കൺസണൻസ് വിത്ത് ദ എക്സിസ്റ്റിംഗ് പോളിസീസ്, പ്ലാൻസ് ആൻഡ് കേപ്പബിലിറ്റീസ്. അപ്പം മുമ്പ് നമ്മൾ കൊടുത്ത അവയർനെസ് ഉണ്ടായിരുന്നല്ലോ, സിമ്പോസിയം വഴിയൊക്കെ കൊടുത്തിട്ടുള്ള അവയർനെസ്, അതുണ്ടെങ്കിലെല്ലാം ഉള്ളു ഈ പറയുന്ന ആളുകൾക്ക് നമ്മൾ ഇങ്ങനെ ഒരു സിനാരിയോ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതനുസരിച്ചിട്ട് തിങ്ക് ചെയ്യാനും അതനുസരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാനും ഡിസിഷൻസ് എടുക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ റിയാലിറ്റിയിൽ ഉണ്ടാകുന്ന സമയത്ത് അവരെന്ത് ചെയ്യണം എന്നുള്ളത് ഇവിടെ വന്നിരുന്നുകൊണ്ട് പറയുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ നോളജ് ബേസ്ഡ് ആണ് ഈ കാര്യങ്ങളെല്ലാം എന്ന് പറയുന്നത്. ദ സിനാരിയോ ആൻഡ് സബ്സിക്വന്റ് നെറേറ്റീവ്സ് മിമിക് ഡിസാസ്റ്റേഴ്സ് ആൻഡ് എമർജൻസി സിറ്റുവേഷൻസ് മോസ്റ്റ് ലൈക്ലി ടു occur in a real world. In the narrative, timelines may be compressed to cover the entire range of events that unfold during a disaster. അതായത് ഒറിജിനലി എങ്ങനെയാണത് വർക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ആ ഒരു സംഗതിയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. പിന്നെ ആകെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി 5-6 ദിവസം അല്ലെങ്കിൽ ഒരു മാസം എടുത്ത് തീരേണ്ട കാര്യങ്ങളെല്ലാം കൂടെ ചിലപ്പോൾ നമ്മൾ എന്താണ് ഒരു 3 to 5 hours ഡിസ്കസ് ചെയ്ത് തീർക്കുന്നു എന്നുള്ളതാണ്. സോ ഇതാണ് എന്തെന്ന് പറയുന്നത് ഒരു ടേബിൾ ടോപ്പ് എക്സസൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ആരെങ്കിലുമൊക്കെ SSB ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇത്തരം സിനാരിയോസ് എക്സസൈസസും കാര്യങ്ങളും ഒക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ഓഫീസർ ലൈക്ക് ഒരാളുടെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു വാർ ലൈക്ക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു അതിർത്തിയിലുണ്ടാകുന്ന കോൺഫ്രണ്ടേഷൻ ഉണ്ടാകുന്നു എന്ന് പറയുന്നു, നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ തരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവരത് വെച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അവരവിടെ നിന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിലെങ്കിലും ആരെങ്കിലുമൊക്കെ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതാണ് എന്തെന്ന് പറയുന്നത് ടേബിൾ ടോപ്പ് എക്സസൈസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗ ആക്ഷൻ ബേസ്ഡ് എക്സസൈസസ്. അപ്പോൾ നമ്മൾ വാക്കുകൊണ്ടും ഡിസ്കഷൻസ് കൊണ്ടും ഒക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ആക്ഷൻ ബേസ്ഡ് എക്സസൈസസ്. സോ ഇറ്റ് ഇൻവോൾവ്സ് ഫിസിക്കൽ സിമുലേഷൻ ഇൻവോൾവ് ആണ്. ഡിസാസ്റ്റർ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓഫ് ദി ഡിസാസ്റ്റർ ഓർ എമർജൻസി സിറ്റുവേഷൻ ടു വിച്ച് പാർട്ടിസിപ്പൻസ് റെസ്പോണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാർട്ടിസിപ്പൻസ് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ മോക്ക് ഡ്രില്ലൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇപ്പം നമ്മുടെ ഫയർഫോഴ്സ് ടീമൊക്കെ വന്നിട്ട് കാണിക്കുന്ന മോക്ക് ഡ്രിൽ എക്സസൈസസും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. And response by emergency responders carrying out operation like search and rescue, medical aid, evacuation of building, villages, establishment of relief camps, airdropping of relief supplies and restoration of essential services. അതായത് ഇപ്പോൾ ആളുകളെ എടുത്തുകൊണ്ട് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകേണ്ട രീതി, ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത്, മെഡിക്കൽ കെയറും മറ്റ് ഷെൽട്ടർ പ്രൊവൈഡ്മെൻറ്റും എങ്ങനെയാണെന്നുള്ളത്, താൽക്കാലികമായിട്ട് ടെൻ്റ് അടിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ളത് ചെയ്ത് തന്നെ ഡിസാസ്റ്റർ ഇല്ലാതെ തന്നെ ചെയ്ത് നോക്കുന്നതിനെയാണ് നമ്മൾ ഈ പറയുന്ന ആക്ഷൻ ബേസ്ഡ് എക്സസൈസ് എന്ന് പറയുന്നത്. സോ അവിടെ എന്താണ് ഇപ്പം ആംബുലൻസ് ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ എടുത്തുകൊണ്ട് പോകുന്നു, ആംബുലൻസ് വരുന്നു, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എന്താണ് കാണാൻ പറ്റും നമുക്ക്. സോ ഇത് നമ്മൾ നേരത്തെ കണ്ടതുപോലെയല്ല, നേരത്തെ ഡിസ്കഷൻ ബേസ്ഡിൻ്റെ അണ്ടറിൽ വന്നതുപോലെയല്ല. ഇവിടെ നമ്മൾ എന്താണ് കൃത്യമായിട്ടുള്ള പ്ലാനും കോർഡിനേഷനും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഇതിന് നമുക്ക് വേണ്ടതായിട്ട് വരും. സോ ആക്ഷൻ ബേസ്ഡ് എക്സസൈസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു മോക്ക് ഡ്രിൽസ് ആൻഡ് മോക്ക് എക്സസൈസസ്. മോക്ക് ഡ്രിൽസ് എന്നും മോക്ക് എക്സസൈസ് എന്നും പറഞ്ഞ് രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് വൺ ഈസ് മോക്ക് ഡ്രിൽ. A mock drill is an action-based exercise in which the emergency situation is simulated and physical response is rehearsed. എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായി എന്ന് നമ്മൾ സിമുലേറ്റ് ചെയ്യുന്നു, അതിന് ഉണ്ടായി എന്നുള്ളൊരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിസിക്കൽ റെസ്പോൺസ് ആക്ടിവിറ്റീസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. സോ ദ ഡിസ്റ്റിങ്വിഷ് ക്യാരക്ടർ ഓഫ് മോക്ക് ഡ്രിൽ ഈസ് ദാറ്റ് മോക്ക് ഡ്രിൽ എ സിംഗിൾ ടാസ്ക് ആക്ടിവിറ്റി ഓപ്പറേഷൻ സ്റ്റെപ്പ് ഓർ എ പ്രോസസ് ഈസ് റിപ്പീറ്റഡ്ലി ക്യാരിഡ് ഔട്ട് വിത്ത് ദ എയിം ഓഫ് വാലിഡേറ്റിംഗ് ആൻഡ് മാസ്റ്ററിംഗ് ദ സെയിം. അപ്പം മോക്ക് ഡ്രില്ലും മോക്ക് എക്സസൈസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളൊരു സംശയം വരും. മോക്ക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ വളരെ ലാർജ് സ്കെയിലായിട്ട് യഥാർത്ഥ സിറ്റുവേഷനെ നമ്മൾ എന്താണ് അതിനകത്തുള്ള എല്ലാ എലമെൻറ്റുകളെയും ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത് ഇവാക്വേഷനാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇവാക്വേഷൻ ആക്ടിവിറ്റീസ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡ്രില്ലിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകളെ കൊണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഇതിലൊരു പരിശീലനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. സോ അങ്ങനെ ഈ റെസ്പോണ്ട് ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ ഒരു പ്രാവീണ്യം കിട്ടത്തക്ക രീതിയിൽ
അത്യാവശ്യം കിട്ടത്തക്ക രീതിയിൽ അവരെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന മോക്ക് ഡ്രില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദേ ആർ എഫക്റ്റീവ് ഇൻ സ്പ്രെഡിങ് പബ്ലിക് അവയർനെസ് ആൻഡ് ട്രെയിനിങ് ഓഫ് വൾണറബിൾ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വളരെ എഫക്റ്റീവ് ആവുന്ന ഏത് കാര്യത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ബോധവൽക്കരണം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. കാരണം ജനങ്ങൾ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന ആളുകൾ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ഒരു നോളജ് കിട്ടുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ എന്താണ് അവരുടെ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇത്തരം കാര്യങ്ങളാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. Now mock exercises. So it is also an action-based exercises where disaster or an emergency situation is simulated and the participants respond through mobilization of personnel, equipment, resources, disaster management as per DM plan, policy and standard operating procedure. So ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ഒരു ഡിസാസ്റ്റർ ഉണ്ടായി എന്നുള്ള ധാരണയിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിനെന്താണോ കൃത്യമായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അതനുസരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ അനുസരിച്ചുകൊണ്ട് കൃത്യമായിട്ട് നമ്മളതിനെ റെപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് കൂട്ടത്തിൽ ഏറ്റവും ഇലാബറേറ്റഡ് ആയിട്ടുള്ള എക്സസൈസ് എന്ന് പറയുന്നത്. വളരെ സമയമെടുത്തിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. വളരെയധികം റിസോഴ്സ് പേഴ്സണലിൻ്റെ മൊബിലൈസേഷൻ ഉണ്ടാവും. റിസോഴ്സിൻ്റെ ആളുകളുടെ ആണെന്നുണ്ടെങ്കിലും മറ്റ് റിസോഴ്സുകളാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം മൊബിലൈസ് ചെയ്ത് ചിലപ്പോൾ ഒരു ലാർജ് ഏരിയ എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. ദെൻ മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ഓഫ് ദി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ ആർ ഇവാലുവേറ്റഡ്. നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാനിൻ്റെ എല്ലാ ഫങ്ഷൻസും ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവും. അതായത് ഇപ്പോൾ ഏർലി വാർണിംഗ് സിസ്റ്റം എങ്ങനെയാണ്, ഇവാക്യുവേഷൻ എങ്ങനെയാണ് നടക്കേണ്ടത്, എങ്ങനെയാണ് റെസ്പോൺസ് ഉണ്ടാവേണ്ടത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നു, ആര് നടത്തുന്നു എന്നുള്ള കാര്യങ്ങൾ, ദെൻ റിലീഫ് ഓപ്പറേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത്, ദെൻ ഏതൊക്കെ ഏജൻസീസ് ഇൻവോൾവ് ആവുന്നു എന്നുള്ളത്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ എൻറ്റയർ ഒരു ഡിസാസ്റ്റർ സിനാരിയോ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് നോക്കും. ഇനി ഈ മോക്ക് എക്സസൈസിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുവരെ ഉണ്ടല്ലോ നമ്മുടെ സിംപോസിയം ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ടേബിൾ ടോപ്പ് എക്സസൈസുകൾ ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിലും മോക്ക് ഡ്രില്ലുകൾ ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഇതുവരെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യുക, അതെല്ലാം കൂടി ഒരുമിച്ച് വർക്കൗട്ട് ആക്കിക്കൊണ്ട് അതിൻ്റെ എഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, അതൊക്കെ ഓക്കെ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന മോക്ക് എക്സസൈസിൻ്റെ അണ്ടറിൽ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി എല്ലാം കൂടിയിട്ടൊന്ന് ഒരുമിച്ച് നമുക്കൊന്ന് എന്ത് ചെയ്യാം, അതിൻ്റെ ചില പാരാമീറ്ററുകൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നമുക്കൊന്ന് നോക്കാം. സോ പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, അപ്പോൾ അത് ചെയ്യുന്നത് എന്താണ്, എത്ര സമയം എടുക്കുന്നുണ്ട്, അതിൻ്റെ എഫക്റ്റീവ്നെസ് എങ്ങനെയാണ്, അങ്ങനെ തുടങ്ങിയിട്ട് കോംപ്ലക്സിറ്റി എത്രയാണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ സിംപോസിയത്തിൻ്റെ അണ്ടറിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്, ഇപ്പം സിംപോസിയം പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഉദ്ദേശിച്ചത്, പുതുതായിട്ട് ഇൻഡക്റ്റ് ചെയ്യുന്ന ഒഫീഷ്യൽസിനോ മുൻ വർക്ക് ചെയ്യുന്ന ഒഫീഷ്യൽസിനോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ലെക്ചറും പ്രസൻറ്റേഷനും ഒക്കെ കൊടുത്തിട്ട് അവർക്ക് ഈ പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്താണെന്നും പ്ലാൻ എന്താണെന്നും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്താണെന്നും ഒക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ക്ലാസ്സും മറ്റും കൊടുക്കുന്നൊരു പരിപാടിയാണ് സിംപോസിയം എന്ന് പറയുന്നത്. ദെൻ ടേബിൾ ടോപ്പ് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ നമ്മളുടെ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൂടിയിരുന്ന് ആലോചിക്കുകയാണ്, കൂടിയിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് പല പല ഗ്യാപ്പുകളുമൊക്കെ വരുമ്പോൾ അതൊക്കെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പെർട്ടിക്കുലർ കാര്യം, അതിപ്പം ഇവാക്യുവേഷൻ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ആയിക്കൊള്ളട്ടെ, സെർച്ച് ആൻഡ് റെസ്ക്യൂ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അതിനും അണ്ടറിൽ വരുന്ന ഏതെങ്കിലും ഒരു കാര്യമായിക്കൊള്ളട്ടെ, അതിനെ നമ്മൾ എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തതിൽ പ്രാക്ടീസ് നേടുക എന്നുള്ളതാണ്. മോക്ക് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതാണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്നുകൊണ്ട് ഒരു ഡിസാസ്റ്റർ ഉണ്ടായി, ഇനി എങ്ങനെ നമുക്കതിനെ അതുമായിട്ടുള്ള പ്രിപ്പയർനെസ്, റെസ്പോൺസ്, റെസ്ക്യൂ ആക്ടിവിറ്റീസ് അതൊക്കെ എന്താണെന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇനി ഇത് എത്രത്തോളം കോംപ്ലക്സ് ആണ് എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, സിംപോസിയം ജസ്റ്റ് ലെക്ചറിങ്ങും ക്ലാസ്സുകളും മാത്രമാണ്. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു രീതിയിലായിരിക്കും അത് വർക്കാകുന്നത്. എന്നാൽ ടേബിൾ ടോപ്പ് എക്സസൈസും മോക്ക് ഡ്രില്ലും എന്ന് പറയുന്നത് എന്താണ്, ഒന്ന് നമ്മൾ ഫിസിക്കലി ചെയ്യുന്നതും മറ്റൊന്ന് അതേ കാര്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നതുമാണ്. അപ്പോൾ രണ്ടിനും ഒരു മീഡിയം ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി ഉണ്ട്, കുറേ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് നോക്കേണ്ടതുണ്ട്. മോക്ക് എക്സസൈസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹൈ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് എക്സാക്റ്റ് സിറ്റുവേഷൻ നമ്മൾ റിക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ റിയലിസം, സിംപോസിയത്തിന് തീരെ റിയലിസം ഉണ്ടാവില്ല. ടേബിൾ ടോപ്പ് എക്സസൈസ് ആകുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഇങ്ങനെയൊക്കെയാണ്, അപ്പോൾ കുറച്ച് മീഡിയം ടൈപ്പാണ്. മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത് ഒരേ കാര്യം, മോക്ക് ഡ്രിൽ ആൻഡ് മോക്ക് എക്സസൈസ് എന്ന് പറയുന്നത് സിമിലർ ആണ്, റിയാലിറ്റിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. മോക്ക് ഡ്രിൽ ഒന്ന് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ചിലപ്പോൾ രണ്ടിനും എന്താണ് ഹൈ ആണ് എന്തെന്ന് പറയുന്നത്, റിയലിസം എന്ന് പറയുന്നത്. പിന്നെ മോക്ക് എക്സസൈസ് ആകുമ്പോൾ ദ എക്സാക്ട് സംഗതിയാണ് റിപ്ലിക്കേറ്റ് ചെയ്യുന്നത്. സോ ഹയസ്റ്റ് ലെവലാണ് വരുന്നത്. ദെൻ പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് സിംപോസിയത്തിന് 2 to 3 വീക്കിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ. ടേബിൾ ടോപ്പ് എക്സസൈസ് എന്ന് പറയുമ്പോൾ 3 to 4 വീക്ക് വരുന്നുണ്ട്. ദെൻ മോക്ക് ഡ്രിൽ എന്ന് പറയുമ്പം ചെറിയൊരു കാര്യത്തെ പറ്റിയിട്ടാണ് വരുന്നത്. സോ അല്ലെങ്കിൽ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ 2 to 3 വീക്സ് ആയിരിക്കും. മോക്ക് എക്സസൈസ് എന്ന് പറയുമ്പോൾ 1.5 മാസം അല്ലെങ്കിൽ 2 മാസം എന്ന് പറയുന്ന ഒരു രീതിയായിരിക്കും. ദെൻ
അതിൻ്റെ റണ്ണിങ് ടൈം ഒറിജിനലി അത് സംഭവിക്കുന്നത് എപ്പോഴായിരിക്കും, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് നമ്മളിപ്പം പറഞ്ഞത്. അതൊന്നും എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ നോക്കണ്ട, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ആ ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ദെൻ റണ്ണിങ് ടൈം എന്ന് പറയുന്നത് എന്താണ്, 1 to 2 hours സിമ്പോസിയം, 1 to 2 days സിമ്പോസിയം കഴിയുന്നു. ദെൻ ഫ്യൂ അവേഴ്സ് ടു 1 ഡേക്കകത്ത് ടേബിൾ ടോപ്പ് എക്സസൈസും തീരുന്നു, ഫ്യൂ അവേഴ്സ് ടു എ ഡേക്കകത്ത് മോക്ക് ഡ്രില്ലും തീരുന്നു. പക്ഷേ എന്താണ്, മോക്ക് എക്സസൈസ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, 2 മുതൽ 3 ദിവസം വരെയൊക്കെ ആയിട്ടായിരിക്കും അത് നിൽക്കുന്നത്. ദെൻ പാർട്ടിസിപ്പേഷൻ, എത്ര ആളുകളായിരിക്കും ഇതിനകത്ത് വരുന്നത് എന്നുള്ളതാണ്. സോ 100 to 300 people എന്ന് പറയുന്ന ഒരു സംഗതിയാണ് സിമ്പോസിയത്തിൽ വരുന്നത്. ഇപ്പം അത് വേറൊന്നും അല്ല, അത് എത്ര പേർക്ക് ട്രെയിനിങ് കൊടുക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്, അല്ലെങ്കിൽ കുറച്ചധികം ആളുകൾക്ക് വരുന്നു എന്നുള്ള ഒരു രീതിയിലായിരിക്കും. ദെൻ ടേബിൾ ടോപ്പ് എക്സസൈസ് എന്ന് പറയുമ്പം അതും എന്താണ്, അത് ഡിപ്പെൻസ്, നമ്മൾ ആ കൊടുക്കുന്ന ഒരു ഏരിയയ്ക്കകത്ത് എത്ര പേര് ഉൾക്കൊള്ളാൻ പറ്റുന്നു, അല്ലെങ്കിൽ വിർച്വലി ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാറുന്നുണ്ട്. മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത് എന്താണ്, ആർക്കൊക്കെ ഏതൊക്കെ പേഴ്സണൽസിനാണ് ട്രെയിനിങ് വേണ്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വരുന്നു. പിന്നെ മോക്ക് എക്സസൈസിലേക്ക് വരുമ്പോൾ എന്താണ്, എല്ലാവരും ഇൻക്ലൂഡഡ് ആവണം. അപ്പം മോക്ക് ഡ്രിൽ എന്ന് പറയുമ്പം കുറച്ച് ആളുകൾക്ക് എന്തെങ്കിലും ഓരോ കാര്യത്തിലുള്ള ട്രെയിനിങ് കൊടുത്താൽ മതിയെങ്കിൽ, മോക്ക് എക്സസൈസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ വൺസ് ഇൻ എ വൈലൊക്കെ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരും എന്താണ്, അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കണം എന്നുള്ളതാണ്. അത് ഒരാൾക്ക് വേണ്ടി പിന്നെ നടത്താനൊന്നും പറ്റത്തില്ല. ദെൻ റിസോഴ്സ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ആദ്യത്തത് ജസ്റ്റ് ലെക്ചറിങ് ലോ ബഡ്ജറ്റിൽ നടക്കും, ബാക്കി 2 മീഡിയം ബഡ്ജറ്റിൽ, മോക്ക് എക്സസൈസ് ഓഫ് കോഴ്സ് എന്താണ് ഹൈ ബഡ്ജറ്റിലായിരിക്കും. ദെൻ ഡിസ്റപ്ഷൻ ടു റുട്ടീൻ, അതായത് നമ്മളിത് കണ്ടക്ട് ചെയ്യുമ്പം നമ്മൾ സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുന്ന റുട്ടീനെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം സിമ്പോസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റുട്ടീനെ ഒന്നും അഫക്റ്റ് ചെയ്യത്തില്ല, കുറച്ച് പേർക്ക് ലെക്ചറിങ് കൊടുക്കുന്നത് വഴി. പക്ഷേ ടേബിൾ ടോപ്പ് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആളുകൾ ഇൻവോൾവ് ആവേണ്ട കാര്യമാണ് പലരും. അപ്പോൾ അതുകൊണ്ട് എന്താണ്, റുട്ടീനെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യം വരുന്നുണ്ട്. മോക്ക് ഡ്രിൽ എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാവരിലേക്കും ചിലപ്പോൾ എത്തണമെന്നില്ല, ആളുകളെ അനുസരിച്ചിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ്, ഒരു മീഡിയം റുട്ടീൻ എന്താണ് ഡിസ്റപ്ഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. എന്നാൽ മോക്ക് എക്സസൈസിൽ വരുമ്പോൾ എന്താണ്, എല്ലാവരും വരുന്നത് കൊണ്ട് തന്നെ എന്താണ്, എല്ലാവരുടെയും റുട്ടീൻ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആവണം, അല്ലെങ്കിൽ അതിനകത്ത് ഡിസ്റപ്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത് ഇത്രയുമാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇത് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് നോക്കിക്കൊള്ളുക. നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എക്സസൈസ് എന്ന് പറയുന്നൊരു ഡോക്യുമെൻറ്റിൻ്റെ അണ്ടറിൽ ഇത് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ആഡ് ചെയ്തത്. അപ്പം ഈ ഒരു ഏരിയ എന്തായാലും നോക്കി വെച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, മാക്സിമം ബാക്കിയുള്ളതൊന്നും വലിയ കാര്യമൊന്നുമില്ല. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എക്സസൈസസ്. അടുത്തത് ബീംസ്റ്റെക്കിൻ്റെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 4th ബീംസ്റ്റെക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എക്സസൈസ്. അപ്പോൾ ഇത് 2025 ജൂലൈയിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. മേ ബി ക്വസ്റ്റ്യൻ എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്, കാരണം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എക്സസൈസ് എന്ന് പറയുന്ന സിലബസും ആൻഡ് സംഭവിച്ചിട്ടുള്ളൊരു കാര്യവും നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയാണ് ഇത് ഹോസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ്, ആൻഡ് വിർച്വലി ആണ് ഹോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് എന്താണ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള എക്സസൈസ് ആയിരുന്നു. അത് ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടോറൽ ടെക്നോളജിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ, ബീംസ്റ്റെക്കിൻ്റെ അണ്ടറിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ ഹോസ്റ്റ് ചെയ്തു, ജൂലൈ 2025 വിർച്വലിയാണ് ഹോസ്റ്റ് ചെയ്തത്. സോ ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ ദ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. ഇത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ് ഹോസ്റ്റ് ചെയ്തത്. സ്വാഭാവികമായിട്ടും ഏത് ടൈപ്പ് ഓഫ് എക്സസൈസ് ആയിരിക്കും ഇതെന്ന് പറയുന്നത്, നല്ല ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ PSC ആയതുകൊണ്ട് ചോദിക്കുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇതൊരു ടേബിൾ ടോപ്പ് എക്സസൈസ് ആയിരുന്നു. ഓക്കെ, സോ ഇറ്റ് വിറ്റ്നസ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രൊഫഷണൽസ് ഫ്രം ബീംസ്റ്റെക് മെമ്പർ സ്റ്റേറ്റ്സ് ടു അസസ് എൻഹാൻസ് റീജിയണൽ പ്രിപ്പയർനെസ് ഫോർ സൈക്ലോൺസ് ആൻഡ് ഫ്ലഡ്. അതായത് ഈ ബേ ഓഫ് ബംഗാൾ റീജിയണിലുള്ള സൈക്ലോൺ ഫ്ലഡ് സിറ്റുവേഷൻ ഇല്ല, അത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ അത് അസസ് ചെയ്യുകയും അത് എന്ത് ചെയ്യുക, ഒരു ഡിസ്കഷൻ കൊണ്ടുവരിക. ടേബിൾ ടോപ്പ് എക്സസൈസിൻ്റെ കാര്യം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം, അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു രാജ്യാന്തര തലത്തിൽ നടന്നിട്ടുള്ളൊരു എക്സസൈസ് ആയിരുന്നു ഇതെന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഹോസ്റ്റഡ് ബൈ ഇന്ത്യയാണ് ഇത് ഹോസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പബ്ലിക് അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ. സോ നമ്മളിപ്പം പ്ലാനിങ്ങിനെ പറ്റിയിട്ട് കണ്ടു, പ്രിപ്പയർനെസ്സിൻ്റെ ഭാഗമായിട്ട് പ്ലാനിങ് കണ്ടു, അതേപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എക്സസൈസിനെ പറ്റിയിട്ട് കണ്ടു. ഇനി അടുത്തതെന്ന് പറയുന്നത് പബ്ലിക് അവയർനെസ്സും എഡ്യൂക്കേഷനുമാണ്. സോ എന്താണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അൾട്ടിമേറ്റ്ലി ഇത് സംഭവിക്കുന്നത് എവിടെയാണ്, ജനങ്ങൾക്കാണ്. ഹസാഡ് കൊണ്ടുള്ള ഇഫക്റ്റും ഉണ്ടാകുന്നത്, ആ റിസ്ക് എല്ലാം ബെയർ ചെയ്യേണ്ടത് ആരാണ്, പബ്ലിക്കാണ്. സോ അവരെന്ത് ചെയ്യുക, അവർ ഇങ്ങനൊരു ഹസാഡ് ഉണ്ടെന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് അവർ അറിയുക. ദെൻ അങ്ങനൊരു ഹസാഡ് സംഭവിക്കും, എങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ടും അവരറിയുക എന്നുള്ളതാണ് ഈ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇൻഡിവിജ്വലി നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ താമസിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക്
ഒരു ഹസാർഡ് ലൈക്ക് എർത്ത് കേക്ക് ഉണ്ടായാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. സുനാമി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ സുനാമി ഉണ്ടായ സമയത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തീരെ അവെയർ അല്ലായിരുന്നു ജനങ്ങളെന്ന് പറയുന്നത്. കാരണം നമുക്ക് സുനാമി എന്ന് പറയുന്നൊരു ഫിനോമിനനെ പറ്റിയിട്ട് തന്നെ അറിയത്തില്ലായിരുന്നു. അതിനുശേഷമാണ് സുനാമിയൊക്കെ ഇത്ര ഫേമസ് ആയത്. ആ സുനാമി എന്നുള്ള വേർഡും ജാപ്പനീസ് ആണെന്നും ടി ഉണ്ട് സൈലൻ്റ് ആണെന്നും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ആ ഒരു സമയത്ത് അന്നത്തെ കാര്യങ്ങൾ അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ന്യൂ ജനറേഷൻ അല്ല, ആ ഒരു സമയത്ത് അത് വിറ്റ്നസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് അന്ന് കുറച്ചൊക്കെ ബോധമൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണെന്നുള്ളതെന്നുണ്ടെങ്കിൽ ക്ലാസ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും. കാരണം ഞാൻ മേ ബി ഐ വാസ് ഇൻ മൈ സ്കൂൾ. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് സുനാമിയെ പറ്റിയിട്ടും അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ബോധ്യമുള്ളതാണ്. ആ സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആയിരുന്നു. അപ്പം ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് ഭയങ്കര ഹൈലൈറ്റഡ് ആയിട്ട് വന്നിരുന്നു. സുനാമി വേവ് ഇത്ര ഹൈറ്റിൽ പോകുന്നു, സുനാമി ജാപ്പനീസ് വേർഡാണ്, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന്. കാരണം അന്ന് അത്രയും ന്യൂ ആയിരുന്നു എന്ന് പറയുന്നത്, ഒട്ടും അവെയർ അല്ലായിരുന്നു. അപ്പം അതിന് ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുനാമി ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പേ കടലിലെ വെള്ളം ഉള്ളിലേക്ക് ഉൾവലിയുന്നു എന്ന് പറയുന്നൊരു പ്രതിഭാസം ഉണ്ടാവാറുണ്ട്. കാരണം ഹൈ വേവ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഹൈ വേവ് കടലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജനറേറ്റ് ചെയ്യുമ്പം ഇവിടെ നിന്നുള്ള വെള്ളമാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ജനറേറ്റ് ചെയ്യാൻ, അതായത് അടുത്ത സൈക്കിള് വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഉള്ളിലേക്ക് കടൽ ഉൾവലിയുക എന്ന് പറയുന്നത്. ഇത് നമുക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും കടലിൻ്റെ ഉള്ളിലോട്ട് പോകാൻ നോക്കി. ആ അടിപൊളി നല്ല രസമാണെന്ന് പറഞ്ഞിട്ട് അന്നേരം തന്നെ എന്താണ് അടുത്ത വേവ് വന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ് അവെയർനെസ്സും എഡ്യൂക്കേഷനും ഇല്ലാത്തതിനെ കൊണ്ട് ഉണ്ടായൊരു കാര്യമാണ്. അപ്പോൾ ഹസാർഡ് എന്താണെന്നതിനെ പറ്റിയിട്ട് നമ്മൾ അറിയണം. ഹസാർഡ് ഉണ്ടാവുന്നതിന് മുമ്പ് നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് ചില സൂചനകളെ പറ്റിയിട്ടൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അത് പിന്നെ ഹസാർഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കുകയും അറിയുക എന്ന് പറയുന്നത് പബ്ലിക്കാണ് ഇതിൻ്റെ റിസ്ക് ബെയർ ചെയ്യേണ്ട ആളുകൾ. അപ്പോൾ അവരാണ് ഇത് എന്ത് ചെയ്യേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. സോ ദേ ആർ കൺസിഡേർഡ്, ഈ പബ്ലിക് അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസിഡേർഡ് ബോത്ത് മിറ്റിഗേഷൻ ആൻഡ് പ്രിപ്പയർനെസ് മെഷേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു മിറ്റിഗേഷനും പ്രിപ്പയർനെസ്സും വിൽ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞു. മിറ്റിഗേഷനിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, നന്നായിട്ടുള്ള മിറ്റിഗേഷൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു പ്രിപ്പയർനെസ്സിൻ്റെ ഭാഗമാണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇത് രണ്ടും എന്താണ്, ഈ പബ്ലിക് അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ ഇതെന്ന് പറയുന്നത് മിറ്റിഗേഷനിലും ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്, പ്രിപ്പയർനെസ്സിൻ്റെ അനിവാര്യ ഘടകവുമാണ്. ആൻഡ് ആൻ ഇൻഫോംഡ് പബ്ലിക് ദാറ്റ് അപ്ലൈസ് അപ്രോപ്രിയേറ്റ് മെഷേഴ്സ് ടു റെഡ്യൂസ് ദെയർ റിസ്ക് ബിഫോർ ഡിസാസ്റ്റർ ഓക്കേഴ്സ് ഹാസ് പെർഫോംഡ് മിറ്റിഗേഷൻ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? കൃത്യമായിട്ട് പ്രിപ്പയർനെസ് ആക്ടിവിറ്റീസിനെ പറ്റിയിട്ട് ധാരണയുള്ള, അത് അപ്ലൈ ചെയ്തിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസാസ്റ്റർ കുറയ്ക്കാൻ, അത് ലഘൂകരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അയാൾ. അതാണ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, and however the public that has to be trained in response activities has participated in preparedness activities. അതായത് അങ്ങനെ കിട്ടിയ നോളജ് കൊണ്ട് ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള പബ്ലിക് എന്ന് പറയുന്നത് എന്താണ്, പ്രിപ്പയർനെസ് ആക്ടിവിറ്റീസിൻ്റെയും ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഈ പബ്ലിക് അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ രണ്ടിൻ്റെയും ഭാഗമാണെന്ന് പറയുന്നതിൻ്റെ കാരണം. നൗ നമ്മളുടെ ഈ പറയുന്ന എഡ്യൂക്കേഷനെ കൊണ്ട്, പബ്ലിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവെയർനെസ് കൊണ്ട് നമ്മൾ എന്താണ് 3 കാര്യങ്ങളാണ് ലക്ഷ്യമാക്കുന്നത്. അവെയർനെസ് ഓഫ് ദ ഹസാർഡ് റിസ്ക്, കേൾക്കുമ്പോഴേ മനസ്സിലായി കാണുമല്ലോ. ഹസാർഡ് കൊണ്ടുണ്ടാകുന്ന റിസ്കിനെ പറ്റിയിട്ട് ബോധവാന്മാരാവുക എന്നുള്ളത്, ദെൻ ബിഹേവിയർ, ദെൻ വാർണിംഗ്, വീണ്ടും 2 കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓരോന്നും നോക്കാൻ പോവുകയാണ്. എന്താണ് അവെയർനെസ് ഓഫ് ദ ഹസാർഡ് റിസ്ക്? അതായത് ജനങ്ങളിലേക്ക് നമ്മൾ ഈ പറയുന്ന പബ്ലിക് അവെയർനെസ്സും എഡ്യൂക്കേഷനും പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുമ്പം ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആളുകളുടെ ഇടയിൽ ഒരു തോട്ടുണ്ടാവും, ലൈക്ക് ഒരു ഹസാർഡിനെ പറ്റിയിട്ട് അറിയാൻ വയ്യാത്തത് കൊണ്ട്, നോളജ് ഡിസെമിനേഷനും ഒക്കെ കുറവായതുകൊണ്ട് ജനങ്ങൾ വിചാരിക്കും ഒന്നുകിൽ അവരെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. രണ്ടെന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇതൊക്കെ എന്തിനാണ് പഠിക്കുകയും ചെയ്യുകയും നേരത്തെ ചെയ്തുകയൊക്കെ ചെയ്യുന്നത്, വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ഫീലിങ്സ് ഒക്കെ ആളുകൾക്കുണ്ടാവും. പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ആ ഒരു ഫീലിങ്സ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അത് നമ്മൾ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത്? ഈ നിരന്തരമായിട്ട് അവെയർനെസ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ട് അവരിലേക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ എത്തിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങളിത് ചെയ്യണമെന്നുള്ളത്, അങ്ങനെ ചെയ്താലുണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണ് എന്നുള്ളത്. ഇനി ഹസാർഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സെൽഫ് അതിങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള അറിവ് കിട്ടുമ്പം ആളുകൾക്കൊരു ബോധ്യം വരും, ഓക്കെ ശരിയാണ്, നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യം എന്താണ്, വരുന്നതിന് മുമ്പേ പ്രിപ്പയർഡ് ആവേണ്ട ആവശ്യകത എന്താണ് എന്നൊക്കെ ഉള്ളത്. സോ സിറ്റിസൺസ് മസ്റ്റ് ബി ഇൻഫോംഡ് ഓഫ് ഹൗ ദ റിസ്ക് അഫക്റ്റ് ദം, എങ്ങനെയാണ് അവരെ എന്ത് ചെയ്യുന്നത്, ഈ റിസ്ക് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം, ആൻഡ് വൈ ദേ ആർ അറ്റ് റിസ്ക്, എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ റിസ്കിലായി പോകുന്നതിൻ്റെ റീസൺ എന്താണ് എന്നുള്ളത്, ആൻഡ് വെയർ ആൻഡ് വെൻ ദ ഹസാർഡ് വിൽ ലൈക്ലി സ്ട്രൈക്ക്, ഇനി എപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന ഹസാർഡ് ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത്. സപ്പോസ് ഇപ്പോൾ ഒരു സൈക്ലോണിക് സിറ്റുവേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സൈക്ലോൺ ഉണ്ടാകുമ്പം ഈ പറയുന്ന
എങ്ങനെയാണ് അവരെ റിസ്ക് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറ്റും നമുക്ക്. ഇപ്പം മുൻകൂട്ടി അല്ലെങ്കിൽ നേരത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കും, അതല്ലാത്തുള്ള ആളുകൾക്ക് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറ്റും നമുക്ക്, അവരെങ്ങനെയാണ് ഇത് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതെന്നത്. ദെൻ അവർ റിസ്കിലാവാനുള്ള സാഹചര്യം വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ മൺസൂൺ റെയിൻഫോൾ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ പീരിയോഡിക്കലായിട്ട് ഉണ്ടാകുന്നുണ്ട്, അപ്പം നിങ്ങൾ ഈ പറയുന്ന ഏരിയയിൽ താമസിക്കുമ്പോൾ ഇന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങൾ. ദെൻ വേർ ആൻഡ് വെൻ ദ ഹസാർഡ് ലൈക്ലി സ്ട്രൈക്ക്, എപ്പോഴും എങ്ങനെ ഏത് സമയത്ത് ഇത് വരുന്നു എന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നതാണ് അവെയർനെസ് ഓഫ് ദ ഹസാർഡ് റിസ്ക്. ഹസാർഡ് റിസ്കിനെ പറ്റിയിട്ടുള്ള ബോധവൽക്കരണം നടത്തുക എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബിഹേവിയർ എന്ന് പറഞ്ഞൊരു സംഗതി. സോ വൺസ് ദ പബ്ലിക് ഈസ് അവെയർ ഓഫ് ദ ഹസാർഡ്, ഇപ്പം എന്താണ്, പബ്ലിക്കിന് ഹസാർഡിനെ പറ്റിയിട്ടുള്ള ഒരു അവെയർനെസ് ഉണ്ട്. ഓക്കെ, സോ നൗ ദേ ആർ മോർ ലൈക്ലി ടു ടേക്ക് സ്റ്റെപ്പ് റെഡ്യൂസിങ് ദ റിസ്ക് ആൻഡ് വൾണറബിലിറ്റി. ഇനി അവരെന്ത് ചെയ്യും? ഈ റിസ്ക്കും വൾണറബിലിറ്റിയും ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപകടവും അവർ അതുമായിട്ട് കോപ്പ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഇല്ല എന്ന് പറയുന്നത്, അവർ എക്യുപ്ഡ് അല്ല എന്ന് പറയുന്ന ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവർ ഗ്രാജുവലി എന്ത് ചെയ്യും? ഓരോ സ്റ്റെപ്പ് എടുക്കാനുള്ള താല്പര്യം അവർക്ക് അറിയാം, ഇപ്പോൾ റിസ്ക് എന്താണെന്ന് അറിയാം, ഹസാർഡ് എന്താണെന്ന് അറിയാം. സോ പബ്ലിക് എഡ്യൂക്കേഷൻ ക്യാമ്പയിനിങ് മസ്റ്റ് ഫോക്കസ് ഓൺ ഷേപ്പിംഗ് ദ ബിഹേവിയർ അക്രോസ് 4 കാറ്റഗറീസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് കൂടുതലായിട്ട് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് കൊടുക്കണം. അത് നമ്മൾ 4 കാര്യത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം. പ്രീ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ബിഹേവിയർ, അതിനെ ഫോക്കസ് ചെയ്യണം. അതായത് ഡിസാസ്റ്ററിന് മുമ്പേ തന്നെ റിസ്ക് കുറയ്ക്കണം എന്ന് പറയുന്ന കാര്യം. ദെൻ പ്രീ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് ബിഹേവിയർ, ഡിസാസ്റ്ററിന് മുന്നേ നമ്മൾ തയ്യാറായിട്ടിരിക്കുക എന്ന് പറയുന്ന കാര്യം. പോസ്റ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ബിഹേവിയർ. ഓക്കെ, അപ്പോൾ മിറ്റിഗേഷൻ, പ്രിപ്പയർനെസ്, റെസ്പോൺസ്, റിക്കവറി തന്നെയാണ് വരുന്നത്. ഡിസാസ്റ്റർ ഉണ്ടായതിനു ശേഷമുള്ള ഫസ്റ്റ് ഇനീഷ്യൽ റെസ്പോൺസും മറ്റു കാര്യങ്ങളും. ദെൻ എന്താണ്? ഡിസാസ്റ്റർ ഉണ്ടായതിനു ശേഷമുള്ള റിക്കവറി എന്നതിനെ പറ്റിയിട്ട്. സോ ഇവിടെ എന്താണ് ആദ്യം പറഞ്ഞിട്ടുള്ള നമ്മളുടെ റിസ്ക് റിഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളതാണ്. സോ റേഞ്ച് ഓഫ് അവൈലബിൾ ഓപ്ഷൻസ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് റെഡ്യൂസ് ദിയർ ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് വൾണറബിലിറ്റീസ് ടു ദാറ്റ് റിസ്ക്. അപ്പം ഈ പബ്ലിക് എഡ്യൂക്കേഷൻ ഈ പറയുന്ന കാറ്റഗറിയിൽ മിറ്റിഗേഷൻ എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബിഹേവിയറൽ ആസ്പെക്റ്റാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അവെയർ ആയിട്ടുള്ള റിസ്കിനെ പറ്റിയിട്ട് അവർക്കറിയാം റിസ്ക് എന്താണ് എന്നുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് എന്താണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ചെയ്താൽ ഈ റിസ്ക് കുറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവർക്ക് ഈ പറയുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ എർത്ത് ഉണ്ടാകുന്ന ഒരു സമയത്ത്, ഓക്കെ, അവർ ആ റിസ്ക് കുറഞ്ഞിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ടേബിളിൻ്റെ താഴേക്ക് പോയി നിൽക്കുക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ്, വെള്ളം എപ്പോഴും കയറുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ സിസ്റ്റംസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉയർത്തി വെക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? മുൻകൂട്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്, റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ദെൻ പ്രിപ്പയർനെസ്സിൻ്റെ ഭാഗമായിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ദേ ക്യാൻ ഡു ബിഫോർ ഡിസാസ്റ്റർ ഹാപ്പൻസ്. അതായത് ഡിസാസ്റ്റർ ഒക്കർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഇംപെൻഡിങ് ആയിട്ടുള്ളൊരു ഡിസാസ്റ്റർ ഉണ്ട്, ഓൾറെഡി നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള അറിവ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക, അങ്ങനെ ഒരു സാഹചര്യമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് പൈലിംഗ് ഓഫ് സർട്ടൻ മെറ്റീരിയൽസ്, ആവശ്യത്തിന് വേണ്ട ഫുഡും മറ്റു കാര്യങ്ങളും ഒക്കെ കളക്ട് ചെയ്ത് വെക്കുക. എസ്റ്റാബ്ലിഷിംഗ് ഇൻഡിവിജ്വൽ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി പ്ലാൻ ഓഫ് ആക്ഷൻ, വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണം, വീട് ഇപ്പം ഫാമിലി പരമായിട്ടാണെങ്കിലും കമ്മ്യൂണിറ്റി ആക്ഷൻ ആണെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ടാണെങ്കിലും ഉള്ള ടൈപ്പ് ഓഫ് പ്ലാൻസ്, ഓക്കെ, അത് തയ്യാറാക്കുക എന്ന് പറയുന്നത്. ആൻഡ് ഡെസിഗ്നേറ്റിംഗ് സേഫ് മീറ്റിംഗ് പ്ലേസസ്. ഓക്കെ, ദെൻ എന്താണ്, ഒരു ഇപ്പോൾ ഷെൽട്ടർ പോലെയൊക്കെയുള്ള ഏരിയാസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ സെക്കൻഡ് സ്റ്റേജിൻ്റെ കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അത്തരം കാര്യങ്ങൾ അവർക്ക് അതിനെ പറ്റിയിട്ടുള്ള ധാരണ കൊടുക്കുക എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പോസ്റ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ബിഹേവിയർ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചിങ് ദ പബ്ലിക് അബൌട്ട് ഹൗ ടു റിയാക്ട് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ മാത്ത് ഓഫ് ദ ഡിസാസ്റ്റർ. അതായത് ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോഴും അതുണ്ടായി കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു ടൈമിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം റിയാക്ട് ചെയ്യേണ്ടത് എന്ന കാര്യത്തിലൊരു ക്ലാസ് കൊടുക്കുക എന്നുള്ളതാണ്. സോ ദ പബ്ലിക് മസ്റ്റ് ബി ഇൻസ്ട്രക്റ്റഡ് ടു റെക്കഗ്നൈസ് വാർണിംഗ്സ് ആൻഡ് ടോൾഡ് വാട്ട് ടു ഡു ഇൻ റെസ്പോൺസ് ടു ദോസ് വാർണിംഗ്സ്. അതായത് ഇപ്പോൾ പബ്ലിക്കിന് പറയാൻ പറ്റും, ഗവൺമെൻറ് നിങ്ങൾക്ക് വാർണിംഗ് തരും, ആ വാർണിംഗ് തരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ വേണം എന്ത് ചെയ്യേണ്ടത്, അതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ദെൻ ഇവാക്യുവേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ആളുകളെ ഒഴിപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ എങ്ങനെ വേണം, അതായത് പരിഭ്രാന്തരാവാതെ എങ്ങനെ വേണം നിങ്ങൾ അതുമായിട്ട് റെസ്പോൺസ് ചെയ്യേണ്ടത്. ഗവൺമെൻറ് ഒരു ഇനിഷ്യേറ്റീവ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിനോട് നിങ്ങൾ കോർഡിനേറ്റഡ് ആയിട്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവരെയും കൂടെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു സമാധാനത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ക്ലാസ്സുകൾ കൊടുക്കുക എന്നൊക്കെ ഉള്ളത്. ഓക്കെ, ഇപ്പം നമ്മൾ ഗ്യാസ് ടാങ്കറൊക്കെ മറിഞ്ഞ ഇൻസിഡൻ്റൊക്കെ ഉണ്ടാകുന്ന സമയത്തുമൊക്കെ ഇപ്പം ജനങ്ങൾക്ക് വാർണിംഗ് കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇലക്ട്രിസിറ്റി കട്ട് ഓഫ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി കട്ട് ഓഫ് ചെയ്തുകൊണ്ട് മറ്റ്
ഇപ്പം എന്താണ് തീപ്പെട്ടി ഉപയോഗിച്ചുകൊണ്ടോ ലൈറ്റർ ഉപയോഗിച്ചുകൊണ്ടോ ഒക്കെ തീ കത്തിക്കാനുള്ളൊരു ശ്രമം നടത്തി കഴിഞ്ഞാൽ എന്താണ് ആ കമ്മ്യൂണിറ്റിയിൽ മൊത്തം ആ ഗ്യാസ് കവേർഡായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വാർണിംഗ് സിസ്റ്റംസ് കൊടുക്കുമ്പോൾ അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ളൊരു ബോധം ഉണ്ടാവുക എന്ന് പറയുന്നത്. ദെൻ പോസ്റ്റ് ഡിസാസ്റ്റർ റിക്കവറിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൊടുക്കുന്നതെന്ന് പറയുന്നത് ടീച്ചേഴ്സ് ദ പബ്ലിക് ഹൗ ടു റീബിൽഡ് ദെയർ ലൈഫ്. ഡിസാസ്റ്റർ എല്ലാം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം എങ്ങനെ നമുക്ക് തിരിച്ചു പഴയതുപോലെ വരാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ബോധവൽക്കരണം കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് ഗവൺമെൻറ്, നോൺ പ്രോഫിറ്റ്, ഇൻ്റർനാഷണൽ റിസോഴ്സസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിലീഫ് ആൻഡ് റിക്കവറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തിലുള്ള അവയർനെസ് കൊടുക്കുക. ദെൻ അവർക്കതെങ്ങനെ ആ ഫെസിലിറ്റീസൊക്കെ അവൈൽ ചെയ്യാൻ പറ്റുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയുള്ള നോളജ് കൊടുക്കുക എന്ന് പറയുന്നതാണ് ഈ ഒരു നാലാമത്തെ കാര്യമായിട്ട് പറയുന്നത്. എന്തെന്ന് പറയുന്നത് ഈ റിക്കവറിയുടെ അണ്ടറിൽ ഉള്ള ആ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, പോസ്റ്റ് ഡിസാസ്റ്റർ റിക്കവറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി വാർണിംഗ്, ഈ ഒരു ഫേസിൽ നമ്മൾ പറയുന്നൊരു കാര്യമാണ് വാർണിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ലൈക്ക് നമ്മൾ ഇപ്പോൾ വാർണിംഗ് സിസ്റ്റത്തെ പറ്റിയിട്ടൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വാർണിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യം മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരും. സോ വാർണിംഗ് എന്താണ് എന്നുള്ളത്. സോ വാർണിംഗ്സ് ആർ യൂഷ്വലി or used primarily to help recipients understand that their risk situation has changed. അതായത് വാർണിംഗ് വരുമ്പം മനസ്സിലാക്കേണ്ടത് നമുക്കിതുവരെ റിസ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, വാർണിംഗ് വന്നപ്പം തൊട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ആ ഒരു റിസ്ക് സിറ്റുവേഷൻ എന്തായി, അത് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ അതോറിറ്റീസ് പറയുന്നതനുസരിച്ചിട്ട് പ്രവർത്തിക്കുകയും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻസ്, വേണ്ട തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. സോ വാർണിംഗ് ഡിഫേഴ്സ് ഫ്രം അവെയർനെസ്. അവെയർനെസ്സിൽ നിന്നും വാർണിംഗ് എന്താണ്? അപ്പോൾ അവെയർനെസ് ബോധവൽക്കരണമാണ്. അപ്പോൾ വാർണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ ഇൻസ്ട്രക്ട് റെസിപ്പിയൻസ് ടു ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ. അവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് പ്രിപ്പയർനെസ്സിൻ്റെ ഭാഗമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രിപ്പയർനെസ്സിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനൊരു സാവകാശം ഉണ്ടായിരുന്നു. പക്ഷേ വാർണിംഗ് കിട്ടിയാൽ പിന്നെ എന്താണ്? നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. സോ വാർണിംഗ് സിസ്റ്റംസ് ഇൻഫോംസ് ദ പബ്ലിക് ദാറ്റ് എ ഹസാർഡ് റിസ്ക് ഹാസ് റീച്ച്ഡ് എ ത്രെഷോൾഡ് റിക്വയറിംഗ് സർട്ടെയിൻ പ്രൊട്ടക്റ്റീവ് ആക്ഷൻസ്. Depending upon the hazard type and warning system, technological capabilities, the amount of time citizens will have to act will vary. അതായത് ഈ വാർണിംഗ് സിസ്റ്റം നമ്മളോട് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റിസ്ക് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആ ഒരു ലിമിറ്റൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ക്വിക്കായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വരാൻ പോകുന്ന ഡിസാസ്റ്ററിന് നമുക്ക് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ആ നാടിൻ എത്രത്തോളം, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ആ ആളുകൾ എത്രത്തോളം അതിന് വേണ്ടിയിട്ട് എക്വിപ്ഡ് ആണ്, എത്രത്തോളം ടൈം അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും? ഈ പറയുന്ന ഈ വാർണിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി, അതിൻ്റെ ആ ഒരു നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, അതിൻ്റെ ക്വാളിറ്റി മാറുന്നുണ്ടാവും. സോ ദ UN പ്ലാറ്റ്ഫോം ഫോർ പ്രൊമോഷൻ ഓഫ് ഏർലി വാർണിംഗ് സ്റ്റേറ്റ്സ് ദാറ്റ് 4 സെപ്പറേറ്റ് ഫാക്ടേഴ്സ് ആർ നെസസറി ഫോർ എഫക്റ്റീവ് ഏർലി വാർണിംഗ്. UN പ്ലാറ്റ്ഫോം ഫോർ പ്രൊമോഷൻ ഓഫ് ഏർലി വാർണിംഗ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളുണ്ട് എന്തിനു വേണ്ടിയിട്ട്? ഒരു കൃത്യമായിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ഒരു വാർണിംഗ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ആ 4 ഏതാണെന്ന് നോക്കാം. പ്രിയർ നോളജ് ഓഫ് ദ റിസ്ക് ഫേസ്ഡ് ബൈ ദ കമ്മ്യൂണിറ്റീസ്. ഒരു കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്ന റിസ്കിനെ പറ്റിയിട്ട് മുൻധാരണ ഉണ്ടായിരിക്കുക എന്നുള്ളത്, അതാണ് ഒന്നാമത്തെ കാര്യം. 2, എ ടെക്നിക്കൽ മോണിറ്ററിംഗ് ആൻഡ് വാർണിംഗ് സർവീസ് ഫോർ ദീസ് റിസ്ക്. കൃത്യമായിട്ട് ടെക്നോളജിയെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ റിസ്ക് മോണിറ്റർ ചെയ്യുന്നതിനും വാൺ ചെയ്യുന്നതിനുമുള്ള ഒരു സാഹചര്യം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഇപ്പം ഇന്ത്യൻ മീറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് എന്താണ്, നാച്ചുറൽ ഡിസാസ്റ്ററുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള കൃത്യമായ മോണിറ്ററിങ് നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ സാഷറ്റ് ആപ്പ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കവചം കേരളത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും അവർ വാൺ ചെയ്യുക എന്നുള്ളത് ടെക്നോളജി ബേസ്ഡ് ആണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ദെൻ ദ ഡിസമിനേഷൻ ഓഫ് അണ്ടർസ്റ്റാൻഡബിൾ വാർണിംഗ് ടു ദോസ് അറ്റ് റിസ്ക്. അപ്പം അപ്രോപ്രിയേറ്റ് മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ആളുകളിലേക്കും, റിസ്ക് ബെയർ ചെയ്യാൻ നിൽക്കുന്ന എല്ലാ ആളുകളിലേക്കും, അല്ലെങ്കിൽ റിസ്ക് ത്രട്ടൻഡ് ആയിട്ടുള്ള എല്ലാ ആളുകളിലേക്കും ഈ ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യണം. അപ്പം നമുക്ക് ഓൾറെഡി റിസ്കിനെ പറ്റിയിട്ടുള്ള മുൻധാരണയുണ്ട്, ഇതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനുണ്ട്, വാർണിംഗ് സിസ്റ്റം ഉണ്ട്, ടെക്നോളജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇനി ഇത് ഉപയോഗിച്ച് എല്ലാവരിലേക്കും എത്തിക്കുകയും ചെയ്യണം. ദെൻ നോളജ് ബൈ പീപ്പിൾ ഓഫ് ഹൗ ടു റിയാക്ട് ആൻഡ് കപ്പാസിറ്റി ടു ഡു സോ. ഇത് ചെയ്തതുകൊണ്ട്, ഇത്രയും കാര്യം ചെയ്തതുകൊണ്ട് വാൺ ചെയ്ത് എൻ്റെ പരിപാടി കഴിയുമെന്ന് വിചാരിക്കരുത്. ഇങ്ങനൊരു വാർണിംഗ് കിട്ടിയാൽ ആ കിട്ടുന്ന വാർണിംഗ് അനുസരിച്ചുകൊണ്ട് ആ കമ്മ്യൂണിറ്റി എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത്, അതും നമ്മൾ എന്ത് ചെയ്യണം? അതും നമ്മൾ അവരെ എക്വിപ്ഡ് ആയിരിക്കണം, ആ കമ്മ്യൂണിറ്റി എക്വിപ്ഡ് ആയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ വാർണിംഗ് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. കാരണം അവർക്ക് അറിയത്തില്ല എന്ത് മെഷേഴ്സാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതാണ് അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. സോ ഇതാണ് വാർണിംഗ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു വാർണിംഗ് ഒരു എഫക്റ്റീവ് ആയിരിക്കണമെന്നുണ്ട് എങ്കിൽ 3 പ്രോസസ്സുകളിലൂടെയാണ് അത് കടന്നു പോകുന്നത്. ആൻഡ് എഫക്റ്റീവ് വാർണിംഗ് ഇൻവോൾവ്സ് 3 ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സസ്. ഫസ്റ്റ് വൺ ഈസ് പ്ലാനിങ്.
This involves identifying the type of hazards for which warning can be issued in advance, such as cyclones, floods, tsunamis, and developing detailed procedures for how and when the public will be warned. അതായത് ഇപ്പോൾ ഒരു ഹസാർഡിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഏത് ഹസാർഡിനാണ് നമ്മൾ വാർണിംഗ് കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക, ഏത് ടൈപ്പ് ഓഫ് ഹസാർഡാണെന്നുള്ളത്. അപ്പോൾ സൈക്ലോൺ ആണെന്നുണ്ടെങ്കിൽ അല്ലെ ഫ്ലഡ്, അങ്ങനെ എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ വാർണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ വാർണിംഗ് എങ്ങനെയായിരിക്കണം നമ്മൾ പബ്ലിക്കിന് കൊടുക്കേണ്ടത് എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു മെത്തഡോളജി ഉണ്ടായിരിക്കും, ഒരു പ്രൊസീജിയർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു സൈക്ലോൺ വരാൻ പോകുന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം വാൺ ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം വാൺ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. ദെൻ ദ ഡിസാസ്റ്റർ മാനേജേഴ്സ് മസ്റ്റ് ഡിറ്റർമൈൻ വാട്ട് ഇൻഫർമേഷൻ ദ പബ്ലിക് നീഡ്സ്, what terminology will be used, what actions are expected from the public, and which authorities are responsible for issuing warnings. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മൾ എന്താണ് വാൺ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം, ഓക്കെ, വാൺ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളൊരു കാര്യമുണ്ട്. ദെൻ ഏത് ടൈപ്പ് ഓഫ് ഇൻഫർമേഷനാണ് ജനങ്ങൾക്ക് കൊടുക്കേണ്ടത്, അതാണ് എന്താണെന്നുള്ളത്. അതേപോലെ തന്നെ ടെർമിനോളജി ഏതാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയുമുണ്ട്. കാരണം വാണിംഗ് ആണ് ഇതെന്ന് പറയുന്നത്, അല്ലോ എല്ലാവരും ഇറങ്ങി ഓടിക്കോ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. നമുക്കൊരു ലൈക്ക് എന്താ ഇപ്പം പറയുന്നത്, ആളുകളെ പരിഭ്രാന്തരാക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് വാർണിംഗ് സിറ്റുവേഷൻസ് കൊടുക്കുക. അതായത് ഇന്ന പോലൊരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പോകുന്നുണ്ട്, നമ്മൾ ഇന്ന രീതിയിൽ പ്രോപ്പറായിട്ട് മാനേജ്ഡ് ആയിരിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിൽ ടെർമിനോളജി ഏതാണ് എന്നുള്ളൊരു കാര്യം കൂടിയിട്ട് നമ്മൾ നോക്കി വെക്കണം. ദെൻ നമ്മൾ എന്ത് ആക്ഷൻ ആയിരിക്കണം പബ്ലിക് എടുക്കേണ്ടത് എന്നുള്ളൊരു കാര്യം. ദെൻ ഏതൊക്കെ അതോറിറ്റിയാണ് ഈ വാർണിംഗ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു കാര്യം. ഇതൊക്കെ വാർണിംഗ് എങ്ങനെ ചെയ്യണം എന്നതിൻ്റെ പ്ലാനിങ് ഫേസാണ് ഇതൊക്കെയെന്ന് പറയുന്നത്. എന്തായിരിക്കണം വാൺ ചെയ്യേണ്ടത്, ഏത് ഡിസാസ്റ്ററുകളെ പറ്റിയിട്ടായിരിക്കണം അറിവുണ്ടായിരിക്കേണ്ടത് അല്ലെങ്കിൽ കൊടുക്കേണ്ടത്, ഏത് ടെർമിനോളജി യൂസ് ചെയ്തായിരിക്കണം, എങ്ങനെ ആയിരിക്കണം, ആരായിരിക്കണം ഇതിൻ്റെ പുറകിലുണ്ടായിരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ. നെക്സ്റ്റ്, പബ്ലിക് എഡ്യൂക്കേഷൻ. പബ്ലിക് വിൽ നോട്ട് ഓട്ടോമാറ്റിക്കലി റെസ്പോണ്ട് ടു എ സൈറൻ അനൗൺസ്മെൻറ്റ് ഓർ അതർ ഫോം ഓഫ് വാർണിംഗ് ജസ്റ്റ് ബിക്കോസ് ദ വാർണിംഗ് ഈസ് ഗിവൺ. അത് സ്വാഭാവികമല്ലേ, നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ. അതായത് നമ്മളിപ്പോൾ ഒരു വാർണിംഗ് കൊടുത്തെന്ന് പറഞ്ഞ് ഒന്നും അറിയാൻ വയ്യാത്ത ആൾക്കാരാണെങ്കിൽ കൊള്ളാം, നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്കതൊരു വാർണിംഗ് ആണെന്ന് മനസ്സിലാവണമെന്നുണ്ടല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യണം, റെഗുലറായിട്ടുള്ള അവയർനെസ് ക്യാമ്പയിനിങ് കൊടുക്കണം. മോക്ക് ഡ്രില്ലുകളുടെ ഭാഗമായിട്ട് ഇതേപോലുള്ള സൈറനുകളും മറ്റും കൊടുക്കണം. അതേപോലെ തന്നെ അനൗൺസ്മെൻറ്റുകളൊക്കെ ഇങ്ങനെ പോകണം. അപ്പോൾ അനൗൺസ്മെൻറ്റൊക്കെ കോമൺ ആയിട്ട് നടക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വളരെ യാദൃശ്ചികമായിട്ട് ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു സൈറൻ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ഇത് ഇന്നതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് അവയർനെസ്സിലൂടെ അത് സംഭവിക്കത്തുള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് വാട്ട് സ്പെസിഫിക് ആക്ഷൻസ് പീപ്പിൾ ഷുഡ് ടേക്ക് സച്ച് എസ് ഇവാക്യുവേഷൻ ഓർ ഷെൽട്ടറിങ് പ്ലേസ് പ്രോട്ടോകോൾസ്. അതായത് വാർണിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവർ വാൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർ എന്ത് ചെയ്യണമെന്നുള്ളത്. ഇപ്പം എന്തെങ്കിലും ഇമ്പെൻഡിങ് ഡിസാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ എവിടെ ഷെൽട്ടർ എടുക്കണമെന്നുള്ളത്. ഇപ്പോൾ ഒരു സൈക്ലോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സേഫായിട്ട് എവിടോട്ടെങ്കിലും മാറി നിൽക്കേണ്ട സാഹചര്യം വരും. ദെൻ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് സ്ഥിരമായിട്ട് കൊടുക്കണം. അതേപോലെ തന്നെ എല്ലാവരിലേക്കും അത് എത്തണം. ദെൻ ആളുകൾ കൂടുന്ന ഒരുപാട് ആളുകളിലേക്ക് ഡെസിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ പബ്ലിക് ഓഫീസുകൾ, സ്കൂളുകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ, പിന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ടല്ലോ, ഓരോരോ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെയാണ്. അപ്പോൾ അതിലേക്കുമൊക്കെ കണ്ടിന്യൂസ് ഒരുപാട് മാസമായിട്ട് എല്ലാവരിലേക്കും എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ചെയ്യണമെന്നുള്ളതാണ്. നെക്സ്റ്റ്, ടെസ്റ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ. Testing and evaluation are necessary to ensure that recipients are not exposed to the action warning process for the first time during a disaster. അതായത് ആദ്യമായിട്ടല്ല ഇവർ ഈ വാർണിംഗ് കേൾക്കുന്നതും അതുമായിട്ട് എക്സ്പോസ്ഡ് ആവുന്നതും എന്നുള്ളൊരു കാര്യം നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പം നമ്മൾ നേരത്തെ എന്ത് ചെയ്യണം, പലതവണ ഇത് ടെസ്റ്റ് ചെയ്തേണ്ടി വരും. നമുക്ക് ഒരു ടെസ്റ്റ് വാർണിങ്ങുകളൊക്കെ കൊടുത്തിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യണം എങ്ങനെയാണെന്നുള്ളത്. അപ്പം കേൾക്കുന്ന ആളുകൾക്ക് ഹസാർഡ് ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ ഒരു വാർണിംഗ് കേൾക്കുമ്പം അവർക്ക് അതുമായിട്ട് പരിചയപ്പെടാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. കാരണം ഓൾറെഡി പരിഭ്രാന്തരായിട്ടിരിക്കുന്ന ആളുകളുടെ ഇടയിലോട്ട് വാർണിംഗ് സൈറനൂടെ കേൾക്കുമ്പോഴേക്കും ചിലരുടെയൊക്കെ ജീവൻ തന്നെ പോയെന്ന് വരും. അപ്പോൾ കാരണം നമ്മൾ ഹസാർഡ് സിറ്റുവേഷൻ മനസ്സിലാക്കി, ഇനി ഗവൺമെൻറ് ഒരു വാർണിംഗ് കൂടെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും മുകളിൽ എന്തോ ഒരു കലാമിറ്റി ആണ്, നമ്മളെ കൊണ്ട് ഇനി സാധിക്കത്തില്ല എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അത് എന്ത് ചെയ്യുക, ആ ഒരു ടെൻഷൻ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു നോൺ സ്ട്രെസ് സിറ്റുവേഷനിൽ വാർണിംഗ് കേൾക്കുമ്പം ഓക്കെ വാർണിംഗ് ഇങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ടെസ്റ്റ് ചെയ്യുന്നത് വഴി ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റീസ് ഉണ്ടല്ലോ, അവർക്കും എന്ത് ചെയ്യാൻ പറ്റും, they can take their assumptions about the systems and its processes reflect what will actually takes place during a real warning event. അതായത് അവരുദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളും ഇത് വാൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആളുകളുടെ റെസ്പോൺസും മറ്റും റിയാലിറ്റിയിൽ എങ്ങനെയായിരിക്കും സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ട് അവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഒരു അനാലിസിസ് കൊണ്ടുവരാൻ പറ്റും.
So evaluation of warning system helps to ensure in advance that the system is as effective as it can be. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇവാലുവേഷൻ നടത്തുക വഴി നമ്മളുടെ ഈ പറയുന്ന വാർണിംഗ് സിസ്റ്റം എഫക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പൂർണ്ണ ബോധ്യം കൊണ്ടുവരാൻ പറ്റും. നൗ വാർണിംഗ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇന്ത്യയുടെ നാഷണൽ ഡിസാസ്റ്റർ അലേർട്ട് പോർട്ടലുണ്ട്, സാഷെറ്റ് എന്ന് പറയുന്നത്, SACHET സാഷെറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ നാഷണൽ ഡിസാസ്റ്റർ അലേർട്ട് പോർട്ടലാണ്. അതിൻ്റെ ഇതെന്ന് പറയുന്നത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ അത് ഓൾ ഇന്ത്യ ലെവലിൽ എന്ത് ചെയ്യുക, ഈ പറയുന്ന രീതിയിൽ വാർണിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് വിവിധ ഗവൺമെൻറ് ഏജൻസികളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ആ ഒരു മീൻസ് ഇൻഫർമേഷൻ അനുസരിച്ചിട്ടായിരിക്കും ഇത് ഡിസിമിനേറ്റ് ചെയ്യുന്നത്. So it works by publishing various warnings and alerts issued by various government alert generating and disseminating agencies in geo-tagged manner so that the right information reaches the right people at right time. The information related to do's, don'ts when disaster occurs is also provided. അപ്പം ഓരോ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും പുറത്ത് വിടുന്ന വാർണിങ്ങുകളുണ്ട്. അപ്പം കൃഷിയെ ഇപ്പം ക്ലൈമറ്റ് കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്തുകൊണ്ട് കൃഷിയെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ദെൻ ഇന്ത്യൻ മീറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ടൈപ്പ് ഓഫ് ബാഡ് വെതർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം കടലിൽ പോകുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട അലേർട്ടാണ്. അപ്പോൾ ഓരോ ആളുകളും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും കൊടുക്കുന്ന അലേർട്ടുകൾ കോമൺ ഒരു പ്ലാറ്റ്ഫോമാണ് ഡിസിമിനേറ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ഡിസാസ്റ്റർ അലേർട്ട് പോർട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, ഒരു ജിയോ ടാഗ്ഡ് മാനറിലായിരിക്കും എവിടെ എപ്പോൾ എങ്ങനെയെന്നുള്ളൊരു കാര്യം അതിനകത്ത് വരുന്നുണ്ട്. ദെൻ എന്താണ്, അറിയേണ്ട ആളുകൾക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളാണല്ലോ, അപ്പോൾ ആ ഓരോ ആളുകൾക്കും അറിയേണ്ട ഇൻഫർമേഷൻ അറിയേണ്ട സമയത്ത് എത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇതിൻ്റെ അണ്ടറിൽ ഏതൊക്കെ ഓർഗനൈസേഷനിൽ നിന്നാണ് ഈ പറയുന്ന വാർണിങ്സ് കളക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ മീറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഉണ്ട്, ദെൻ എന്താണ് ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഡിസാസ്റ്റർ ഇൻഫർമേഷൻ ഉണ്ട്, ദെൻ ഡിഫൻസ് ജിയോ ഇൻഫർമാറ്റിക് റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉണ്ട്, ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഉണ്ട്, ദെൻ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റീസ്, വേരിയസ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. സോ എങ്ങനെയായിരിക്കും ഇവർക്ക് അലേർട്ട് കിട്ടുന്നത്? അപ്പം ഇതുവഴി അലേർട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നാച്ചുറൽ മാൻമെയ്ഡ് ഡിസാസ്റ്ററുകളെ പറ്റിയിട്ടുള്ള അലേർട്ട് വരുന്നുണ്ട്. ജിയോ ടാഗ്ഡ് മാനറിലാണ് അത് വരുന്നത്. ജിയോ റിലേറ്റഡ് ഇൻഫർമേഷൻ അതിനകത്തുണ്ടാവും. ദെൻ മൾട്ടിപ്പിൾ ലാംഗ്വേജസ്, നിലവിൽ 12 മറ്റോ ലാംഗ്വേജുകളിലാണ് അത് വരുന്നത്. ലാംഗ്വേജസ് ഒന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്തായാലും ഒറ്റ ലാംഗ്വേജിലല്ല മൾട്ടിപ്പിൾ ലാംഗ്വേജിലാണ് വരുന്നത്. ദെൻ അക്രോസ് ഓൾ മീഡിയ അറ്റ് ദ സെയിം ടൈം, എല്ലാ മീഡിയ വഴിയുമായിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈക്ക് എന്താണ്, SMS ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്നുണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അലേർട്ടായിട്ട് വരുന്നുണ്ട്, ദെൻ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രൗസേഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻസ് അങ്ങനെ വരുന്നുണ്ട്. ദെൻ ഇന്ത്യ CAP RSS ഫീഡ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു സംഗതി എന്ന് പറയുന്നത്. അപ്പം അതുവഴിയും എന്ത് ചെയ്യുന്നുണ്ട്, അലേർട്ട് വരുന്നുണ്ട്. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് മീഡിയാസിൽ അറ്റ് എ സെയിം ടൈം ഈ അലേർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ അലേർട്ടുകൾ പ്രൊവൈഡ് ചെയ്യാനുള്ള ആസ് എ വാർണിംഗ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ് എന്ന് പറയുന്നത് നാഷണൽ ഡിസാസ്റ്റർ അലേർട്ട് പോർട്ടൽ സാച്ചെറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കേരളത്തിൻ്റെ കവചം, കേരള വാർണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം കവചം. ഇതെന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് റിസ്ക് വാർണിംഗ് സിസ്റ്റം ദാറ്റ് എയിംസ് ടു പ്രൊവൈഡ് ടൈംലി വാർണിംഗ് ആൻഡ് അലേർട്ട് റിലേറ്റിംഗ് എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ്. ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള സമയത്ത് എക്സ്ട്രീമായിട്ടുള്ള വെതർ ഇവൻറ്റുകളെ പറ്റിയിട്ടുള്ള, ചെറിയ ഇവൻറ്റുകളൊന്നുമല്ല നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്, എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ് ആണ്. അതായത് ഹെവി റെയിൻ, സ്ട്രോങ് വിൻഡ്സ്, സീ സർജസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, നല്ല മഴ, ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം വരുമ്പോൾ, അതേപോലെ തന്നെ സൈക്ലോൺ ലൈക്ക് സിറ്റുവേഷൻ, വിൻഡ് വരുന്ന സാഹചര്യങ്ങൾ, കടൽക്ഷോഭങ്ങളൊക്കെ കാര്യമായിട്ടുണ്ടാകുന്ന സമയത്ത് വാർണിംഗ് സൈറൻസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ജനങ്ങൾക്ക് വാർണിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിക്കുന്ന കേരളത്തിൻ്റെ സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത് കവചം എന്ന് പറയുന്നത്. ഇത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ആൻഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ആൻഡ് വേൾഡ് ബാങ്ക്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വേൾഡ് ബാങ്കും നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെയും സഹായത്തോടു കൂടിയിട്ട് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ് കവചം എന്ന് പറയുന്ന വാർണിംഗ് സിസ്റ്റം. ഇത് കേരളത്തിൻ്റെ വാർണിംഗ് സിസ്റ്റമാണ്. അതിൻ്റെ ഫുൾ ഫോം കേരള വാർണിംഗ് ക്രൈസിസ് ഹസാർഡ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നുള്ളതാണ്. എക്സ്ട്രീം വെതർ ഇവൻറ്റിൻ്റെ സമയത്ത് എന്ത് ചെയ്യുക, വാർണിംഗ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്.